എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇനിയുള്ള നമ്മുടെ റാങ്കപ്പിന്റെ സൈക്കോളജി ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും മുൻ വർഷങ്ങളിൽ LP UP പരീക്ഷകളിലായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസിനെ കേന്ദ്രീകരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി മുതൽ നിങ്ങൾക്കായിട്ട് റാങ്കപ്പ് നൽകുന്നത്. ഇവിടെ ശ്രദ്ധിക്കാൻ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികാസത്തിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ മുത്തുകോർക്കൽ, ഓപ്ഷൻ ബി കടലാസ് മടക്കൽ, ഓപ്ഷൻ സി പന്തെറിയൽ, ഓപ്ഷൻ ഡി ചിത്രം വരയ്ക്കൽ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്ഥൂലപേശിയുടെ വികാസമാണ്. സ്ഥൂലപേശി വികാസത്തിന് അനുഗുണമായിട്ടുള്ള ഒരു അനുഭവ പ്രവർത്തനമാണ് ചോദ്യം. നമ്മുടെ ആൻസർ വരുന്നത് പന്തെറിയലാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം ഏതാണെന്ന് നിർദ്ദേശിക്കുക. കറക്റ്റ് ക്രമമാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ഈ ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ടോപ്പിക്കിന്റെ വീഡിയോയിലേക്ക് നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട് ഓർഡർ എങ്ങനെയൊക്കെയാണ് ഓരോ സ്റ്റേജ് പോകുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാൻ നമുക്ക് ഓപ്ഷൻ എ നോക്കാം. പ്രതീകങ്ങൾ, മനോവ്യാപാരം, യുക്തിചിന്ത, റിഫ്ലെക്സ് പ്രവർത്തനം. ഓപ്ഷൻ ബി റിഫ്ലെക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ, മനോവ്യാപാരം, യുക്തിചിന്ത. ഓപ്ഷൻ സി മനോവ്യാപാരം, റിഫ്ലെക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ, യുക്തിചിന്ത. ആൻഡ് ഓപ്ഷൻ ഡി റിഫ്ലെക്സ് പ്രവർത്തനം, മനോവ്യാപാരം, യുക്തിചിന്ത, പ്രതീകങ്ങൾ. എടാ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. എടാ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, വൈകാരിക ബുദ്ധിയുടെ സവിശേഷത എന്ത്? അവബോധം, ആത്മനിയന്ത്രണം, സാമൂഹിക ബോധം, ഇവയെല്ലാം. ഇവിടെ ശ്രദ്ധിക്കാം, വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ഡാനിയൽ ഗോൾമൻ ആണ്. ഈ പറയുന്ന വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയത്തിന് കൂടുതൽ പ്രചാരം കൊടുത്തിരുന്നത്. അതുകൂടാതെ തന്നെ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകാൻ കാരണമായത് 1995 ഡാനിയൽ ഗോൾമൻ എഴുതിയ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുക്കാണ് ഈ പറയുന്ന വൈകാരിക ബുദ്ധി എന്ന തിയറിക്ക് കാരണമായി തീർന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിൽ ഏതായിരിക്കും നമ്മളുടെ വൈകാരിക ബുദ്ധിയുടെ സവിശേഷതയായിട്ട് വരുന്നത്? വൈകാരികമായിട്ടുള്ള ബുദ്ധി നോക്കുകയാണെങ്കിൽ അവബോധം വരും, ആത്മനിയന്ത്രണമുണ്ട്, സാമൂഹ്യ ബോധവുമുണ്ട്. അതായത് ഇവയെല്ലാമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റോഷ ഇങ്ക് പ്ലോട്ട് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു മനഃശാസ്ത്ര ഗവേഷണ രീതികള്. ആ രീതിയിൽ ഏത് രീതിയിലാണ് ഈ പറയുന്ന റോഷ മഷിയൊപ്പ് പരീക്ഷ വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, പ്രക്ഷേപണ രീതിയുണ്ട്, നിരീക്ഷണ രീതിയുണ്ട്, ക്ലിനിക്കൽ രീതിയുണ്ട്, സർവേ രീതിയുണ്ട്. ഇതിൽ ഏതായിരിക്കും വരാൻ ചാൻസ്? ഇതിൽ വരാൻ പോസിബിൾ ആയിട്ടുള്ളത് പ്രക്ഷേപണ രീതിയിലാണ് നമ്മുടെ റോഷ മഷിയൊപ്പ് പരീക്ഷ വരുന്നത്. അതിനുള്ളിലാണ് റോഷ മഷിയൊപ്പ് വരുന്നത്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് കംപ്ലീഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഏതിലാണ് വരുന്നത്? നമ്മുടെ പ്രക്ഷേപണ രീതിയിലാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻസ് നോക്കിക്കേ. ജീൻ പിയാഷെ, നോം ചോംസ്കി, വൈഗോട്സ്കി, BF സ്കിന്നർ. ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന കണ്ടീഷനിങ്, വെർബൽ ബിഹേവിയർ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ആരായിരിക്കും? ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് BF സ്കിന്നർ ആണ്. BF സ്കിന്നർ ആണ് അനുകരണം, പ്രബലനം എന്നിങ്ങനെയുള്ള കുട്ടികളുടെ ഭാഷാപരമായിട്ടുള്ള വികാസങ്ങളെ ചൂണ്ടിക്കാണിച്ച വ്യക്തിയായിരുന്നു BF സ്കിന്നർ. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു പ്രമുഖനായ ചേഷ്ടാവാദി കൂടെയായിരുന്നു നമ്മുടെ ആരെന്ന് പറയുന്നത്? BF സ്കിന്നർ എന്ന് പറയുന്ന വ്യക്തി. എല്ലാവരും അടുത്ത ചോദ്യത്തിലേക്ക് വന്നേ. താഴെ പറയുന്ന ഏതു കാര്യമാണ് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത്? ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത് താഴെ പറയുന്നതില് ഏത് പരീക്ഷണമാണ്? ഓപ്ഷൻ എ ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധനമാണ് പഠനം. ബി ദൃശ്യമാധ്യമങ്ങളിലൂടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നു. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മികച്ചതാണ് അതിന്റെ സമഗ്രത. ഓപ്ഷൻ ഡി കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ നോക്കിയേ, നമ്മുടെ ചോദ്യത്തിന് സമാനമായിട്ട് വരുന്ന ഉത്തരം ഇതിൽ ഏതായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്?
ഒരു സംശയം വേണ്ട. എടാ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി എന്ന് പറയാനുള്ള കാരണം ഈ അക്രമവാസന പോലുള്ള വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾ അനുകരിക്കാൻ തുടങ്ങുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പല വ്യത്യസ്ത സമൂഹ മാധ്യമങ്ങളിലൂടെയും ആണെന്നാണ് ആൽബർട്ട് ബന്ദൂര തന്റെ ബോബോ ഡോൾ എക്സ്പെരിമെന്റിലൂടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇവിടെ ശ്രദ്ധിക്കാം. ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായിട്ടുള്ള വ്യക്തിത്വ ഘടകം ഏതാണ്? ഓപ്ഷൻസ് നോക്കിയേ. അഹം, ലിബിഡോ, അഭ്യഹം, ഇത്. ഇതിൽ ഏതായിരിക്കും വരാൻ ചാൻസ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ ഏത് വരാനായിരിക്കും ചാൻസ് കൂടുതൽ? നമ്മുടെ ജന്മവാസനകളാണ്. ജന്മവാസനയും പ്രാകൃത വികാര വിചാരങ്ങളുടെ ഉറവിടം എന്ന് പറയണമെങ്കിൽ അഹമല്ല, അത്യഹോ അല്ല, ലിബിഡോയോ അല്ല. ലിബിഡോ സെക്ഷലി ഉള്ള കാര്യങ്ങളാണ്, അതുമല്ല. അപ്പൊ ആരായിരിക്കും? ആൻസർ ഈസ് ഇത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? നിങ്ങൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ നിങ്ങളായിട്ട് സ്വയമായിട്ട് തന്നെ ആൻസർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഇവിടെ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. സമ്മാനങ്ങളും പ്രശംസയും പഠനത്തെ പ്രബലനപ്പെടുത്തുന്നു. ഏത് പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സമ്മാനങ്ങളും പ്രശംസയുമാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ. ഫല നിയമം, അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ശ്രമപരാജയം. ഇതിൽ ഏതായിരിക്കും? പ്രശംസയും അതുപോലെ സമ്മാനവും പറഞ്ഞെങ്കിൽ അഭ്യാസം, സന്നദ്ധത, ശ്രമപരാജയ നിയമം ഇതൊക്കെ ഉണ്ടെങ്കിലും ഫല നിയമമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളോ റെസ്പോൺസുകളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മളിൽ ജനിക്കുന്നതാണ് ഫല നിയമം എന്ന് പറയുന്നത്. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസിന്റെ ബന്ധത്തിൽ ഉണ്ടാകുന്ന വർധനവും കുറവും നിർണ്ണയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഫലനിയമം, തോണ്ടേക്കിന്റെ ഫലനിയമം. അടുത്ത ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി ഏത്? ഇവിടെ ചോദ്യത്തിൽ വന്നിരിക്കുന്ന പ്രശ്ന പരിഹരണ രീതിയാണ് ചോദിക്കുന്നത്. അൽഗോരിതം, അന്തർദൃഷ്ടി, ഹ്യൂറിസ്റ്റിക്, ശ്രമപരാജയ രീതി. ഇവിടെ നോക്കിയേ. പ്രശ്ന പരിഹരണത്തിനാണ് പ്രാധാന്യം ചോദിച്ചിരിക്കുന്നത്. പ്രശ്ന പരിഹരണ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആൻസർ ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞത്. ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള അന്തർദൃഷ്ടിയാണ് നമ്മുടെ ആൻസർ. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ഭാരമാകാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന റിപ്പോർട്ട് 1993 സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി, ഓപ്ഷൻ ബി പ്രൊഫസർ യശ്പാൽ, ഓപ്ഷൻ സി ഡോക്ടർ കസ്തൂരി രംഗൻ, ഓപ്ഷൻ ഡി ഡോക്ടർ MS സ്വാമിനാഥൻ. ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ആരായിരിക്കും? ഒന്ന് നോക്കിയേ. ഏത് വ്യക്തിയായിരിക്കും അധ്യക്ഷനായിട്ട് വരാൻ ചാൻസ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രൊഫസർ യശ്പാൽ ആണ് പറഞ്ഞിട്ടുള്ളത് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. 1993 രൂപീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഗുണമേന്മയുള്ളതും ഭാരമില്ലാത്തതുമായിട്ടുള്ള പഠനം എന്നതാണ് നമ്മുടെ യശ്പാൽ കമ്മീഷന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. UPSC പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ PSC മുൻകാല വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ചോദ്യപേപ്പറുകളെ സംഘടിപ്പിച്ച് നടത്തുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി വരും ദിവസങ്ങളിൽ റാങ്ക് അപ്പ് നിങ്ങൾക്കായി തരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ക്ലാസ്സുകളും കൃത്യമായ രീതിയിൽ നിങ്ങൾ വാച്ച് ചെയ്യാനും അത് കൂടാണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനുമായിട്ട് മറക്കരുത്. എനിവേ, താങ്ക് യു സോ മച്ച്.